എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, ഞാൻ പൊതുവിജ്ഞാനം എന്നൊരു ഗ്രന്ഥം എഴുതുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മളെ ഇന്ത്യയിലെ കുഗ്രാമങ്ങൾ സാധാരണ ലോക്കൽ ബസ്സിൽ കയറി സഞ്ചരിക്കാന്നുള്ള രൂപത്തിലൊരു യാത്ര നടത്തിയിരുന്നു. ഒരു 10-12 ദിവസമായി അങ്ങനെ ഉള്ളൊരു യാത്രയുമായി ബന്ധപ്പെട്ട് പോയിട്ട്. അത് ഇന്ത്യയിലിപ്പോൾ ഒരു ഏകീകരണത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ അതാണ് പഠിച്ചത്. രണ്ടാമത്തെ നമ്മളുടെ പ്രകൃതി ഔഷധ സസ്യങ്ങളെക്കുറിച്ചിട്ടും പ്രകൃതിയെക്കുറിച്ചാണ്. ആദ്യം സംസാരിക്കുന്നത് ഞാൻ ഇതിനെക്കുറിച്ചാണ്. അതായത് ഒരു ഏകീകരണം എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയിൽ സാധ്യമാവും തോന്നുന്നില്ല. എല്ലാവരെയും കൂടി ഒരു കുടക്കീഴിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒന്നാമത് ഇവിടെ ഒരുപാട് മുസ്ലിങ്ങളുണ്ട്, ഹിന്ദു, ഒരുപാട് വിഭാഗത്തിൽ സുഹൃത്തുക്കൾ, പല ഘടകങ്ങളുണ്ടായിൽ പാഴ്സികളുണ്ട്, പിന്നെ ഭൂമി ഇല്ലാത്ത തന്നെ സിന്ധികളുണ്ട്. അവർ കുറച്ചാൽ ഇന്ത്യ കൂടി ഇങ്ങനെ ഇതിലെ അലഞ്ഞ ഓരോ ഭാഗത്ത് കൂടുക, അങ്ങനെയാണ്. അവർക്കിപ്പോൾ ഭൂമി ഇല്ല എന്നാണ് പഠിക്കാൻ പറ്റുന്നത്. പിന്നെ നമ്മളിങ്ങനെ പറയുമ്പോൾ മുംബൈയിൽ പാഴ്സികൾ, നവറോജിയൊക്കെ അതിൽപ്പെട്ടതാണ്. അതുപോലെ നമ്മളെ രത്തൻ ടാറ്റയൊക്കെ, അവരൊക്കെ ഒരു പ്രത്യേക മതമാണ്, മുസ്ലിമും അല്ല ഹിന്ദു അല്ലാത്ത രൂപത്തിലാണ്. പക്ഷെ ഇവരുടെയൊക്കെ സംസ്കാരങ്ങൾ വ്യത്യസ്തമാണ്. ആ സംസ്കാരം ഒരിക്കലും നമ്മൾ ഏകീകരിച്ച് ഇവിടെ കൊണ്ടുവരാം, ഒന്നിൻ്റെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര വിപ്ലവമാണ് ഇന്ത്യയിൽ ഉണ്ടാകാൻ പോവുക. അപ്പോൾ നമ്മൾ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓരോരുത്തരെയും മതപരമായ അവകാശം, എന്താ അവകാശം, അവർക്ക് സംരക്ഷിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഈ പാഴ്സികൾ തന്നെ ചെറിയൊരു ആചാരം ഞാൻ പറയാം. അവരും മരിച്ചു കഴിഞ്ഞാൽ മൃതദേഹം മുംബൈയിലെ പോയപ്പോൾ ലൊക്കേഷൻ കണ്ട മലബാർ ഹിൽസ്, അവിടെ കൊണ്ടുവന്നിട്ടിട്ട് ചെയ്യാം. ഇതിൻ്റെ മുകളിൽ കൊണ്ടുവന്നിട്ടിട്ടതിന് ശേഷം ആ ശവശരീരം കഴുകന്മാർ കൊത്തി കഴിക്കുക ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ എല്ല് അവിടെ ഒരു കിടത്തിൽ നിക്ഷേപിച്ച് പോരുക. നിങ്ങൾ ചിന്തിച്ച് നോക്കി, എന്തൊരു ആചാരം! അത് അവരുടെ ഒരു ആചാരമാണ്. കാരണം പഴയ കാലത്ത് കപ്പൽ നിർമ്മാണ രംഗത്തൊക്കെ ഇന്ത്യ ഒരുപാട് സഹായിച്ച നല്ല സാമ്പത്തികമുള്ള അംഗങ്ങളാണ് ഈ പാഴ്സികളൊക്കെ. അപ്പോൾ അതേപോലെ തന്നെ മുസ്ലിങ്ങളിൽ കുറേ വിഭാഗങ്ങളുണ്ട്. അതിൽ ഒരിക്കലും തന്നെ അവർ തമ്മിൽ പരസ്പരം ഒരു ഏകീകരണം നടക്കാൻ തന്നെ പ്രയാസമാണ്. അതുപോലെ നമ്മളെ തമിഴ്നാട്ടിൽ ഹിന്ദു വിഭാഗങ്ങളിലനുസരിച്ച് അവിടെ തന്നെ ഒരു ഏകീകരണം. ഇത് മതം പറയേണ്ട ഗ്രൂപ്പല്ല, ഞാൻ പറയുന്നത് ഒരു പഠന അർഹമായ റിപ്പോർട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരുപാട് വിഭാഗങ്ങൾ, ബ്രാഹ്മൺസിൽ തന്നെ ഒരുപാട്, പലതിലും പല വിഭാഗം, പല ആചാരങ്ങളും, ഇതൊക്കെ ഒരേ രൂപത്തിലാവണം എന്ന് പറയുന്നത് ഇവിടെ ഒരു ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുക. വിദേശികൾക്ക് വേണ്ടി നമ്മൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് നാടിനെ വിഭജിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. എനിക്ക് എൻ്റെ ചെറിയൊരു യാത്ര ഒന്നും കേട്ടറിഞ്ഞിട്ടില്ല സുഹൃത്തുക്കളെ, ഞാൻ പോയി പഠിച്ചതാണ്. അതിനുവേണ്ടി ഞാൻ പോയിട്ടുള്ള, ഒന്നാമത് ഇവിടുന്ന് മുംബൈയിൽ നിന്ന് 200 ചില്ലാന കിലോമീറ്റർ ദൂരമുള്ള മഹാബലേശ്വറാണ്. പിന്നെ പഞ്ചാഗ്നി, അതുപോലെ പിന്നെ കോലാപ്പൂര്, ഹുബ്ലി, അതേപോലെ തന്നെ ചിപ്ലൂണ്, രത്നഗിരി, അതിഗിരി, പിന്നെ ഷിമോഗ, അതുപോലെ നവാഡ്, അതുപോലെ മുംബൈയിലെ പല ഏരിയ, അങ്ങനെയൊക്കെ കവർ ചെയ്ത് പഠിച്ചിട്ട് കിട്ടിയ ഒരു റിപ്പോർട്ടാണ് ഞാൻ ചെറുതായിട്ട് നേരിട്ട് പഠിച്ചത്. ഞാൻ അവരെ വളരെ ലോക്കൽസ്, അവരുടെ ഇടയിൽ ചെന്ന് ഇറങ്ങി എൻ്റെ കഴിവിൻ്റെ പരമാവധിയൊക്കെ ചില കാര്യങ്ങൾ വേറെ ആളുകളെയും കൂട്ടി ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ മനസ്സിലാവുന്നത് അത്രയും വ്യത്യസ്തമായ വിഭാഗങ്ങളാണ് നമ്മളെ പിന്നെ ഇന്ത്യയിലുള്ളത്. അപ്പോൾ അതൊരു ഏകീകരണം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് വലിയൊരു പ്രശ്നത്തിനാണ് നമ്മുടെ നാട്ടിൽ സാധ്യത ഉണ്ടാവുക. അപ്പോൾ ആ ഒരു വിവരം എനിക്ക് നേരിട്ട് പോയി പഠിച്ച് കിട്ടിയ വിവരം ഞാൻ പങ്കുവെക്കുകയാണ്. അതിലെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഇല്ലേ എന്നുള്ളത് ബാക്കിയുള്ള ആളുകളൊക്കെ ഇന്ത്യയിൽ പല ഭാഗത്തും പല ജോലികളും ചെയ്തു പോകുന്ന കേരളത്തിൽ ഇഷ്ടംപോലെ ആളുകളുണ്ട്. അവരൊക്കെ ഇതിനെക്കുറിച്ചൊന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് എത്രമാത്രം സത്യമാണെന്നുള്ളത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏകദേശം ഒരു 10-12-13 ദിവസമാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തത്. ട്രെയിനിന് അങ്ങോട്ട് പോയി തിരിച്ച് പക്ക ഗ്രാമങ്ങൾ താണ്ടിയിട്ട് പക്ക ലോക്കൽ ബസ്സുകൾ, അത്രയും ലോക്കൽ ബസ്സുകൾ കയറി എല്ലാ ഭാഗങ്ങളിലും പോയി കാടിൻ്റെ ഓരത്ത് താമസിക്കുന്ന ആളുകളേക്ക് പഠിച്ചിട്ടുള്ള കിട്ടിയ റിപ്പോർട്ടാണ് ഇത്. ഓക്കെ, താങ്ക് യു.